ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോസ്റ്റിയുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇൻഫർമേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നോളജ് ആയിട്ടല്ല നമ്മൾ വന്നത്. ഇന്നൊരു ചെറിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത്. വേറെ നല്ല ഒരു പെന്നാണ്. പെന്ന് മീൻസ് ഒരു പേപ്പർ പെന്നാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. ഇവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെന്ന് തന്നെ എന്താക്കും, കുറച്ച് കാലം അതിൻ്റെ മഷി തീർന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും. പിന്നെ അത് റോട്ടുമേൽ അല്ലെങ്കിൽ വല്ല തൊടിയിലോ കണ്ടത്തിലൊക്കെ ഉണ്ടാകും. അങ്ങനെ അത് നമ്മുടെ പ്രകൃതിയെ ദോഷമായി എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്തരം പേപ്പർ പെന്നുകൾ നിർമ്മിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ പേപ്പർ പെന്നുകൾ നിർമ്മിക്കുന്നത് റീസൈക്കിൾഡ് പേപ്പർ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിനുള്ളിലൊരു വിത്ത് ഉണ്ട്. കേസ് നമ്മൾ ഇതിൻ്റെ യൂസേജ് കഴിഞ്ഞിട്ട് ഈ പെന്ന് വലിച്ചെറിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം ഇതിനുള്ള വിത്ത് മുളച്ചാണ്ട് ഒരു മരമായി മാറും. അപ്പോൾ ഇത് പ്രകൃതിക്ക് ഗുണകരമായ ഒരു സംഭവമാണ്. തികച്ചും 100% എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ച ഒരു പെന്നാണ്. ഏതായാലും ഇതിൻ്റെ ഫീച്ചേഴ്സുകളും ഡീറ്റെയിൽസുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. CMCD എന്ന് പറയുന്ന ഇതിൻ്റെ കമ്പനിയാണ് എനിക്ക് ഇത് അയച്ചു തന്നത്. എനിക്ക് അറൗണ്ട് 5-6 മോഡൽസ് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പേപ്പർ പെന്നുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങുന്നതിൽ നിങ്ങളൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് നിർമ്മിക്കുന്നത്. അത് അവരുടെ കൈക്കൂടെ തന്നെ അവർ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം പേപ്പർ പെന്നുകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആകും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഇതൊരു സാധാരണ പെന്നല്ല എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ പെന്ന് പോലെ തന്നെ നമുക്ക് ഇതാ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേജ് തന്നെയാണ്. ഈ പേപ്പർ ആണെന്ന് വിചാരിച്ച് ഇത് ഒന്നും ആവില്ല. സാധാരണ പെന്ന് പിടിക്കുന്ന പോലെ തന്നെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതിന് യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ചുരുങ്ങിയ ചിലവിൽ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് അതുപോലെ ലോഗോ ഒക്കെ പ്രിൻ്റ് ചെയ്താണ്ട് നമുക്കിത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു മാർഗ്ഗമാണ്. വളരെ വലിയ ചിലവൊന്നും വരില്ല. ഒരു പെന്നിന് അറൗണ്ട് 10 മുതൽ 12 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ നമുക്ക് ഇത് പേര് നമ്മുടെ കടയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരും ബ്രാൻഡ് നെയിമും അതുപോലെ ലോഗോ ഒക്കെ പ്രിൻ്റ് ചെയ്താണ്ട് കൊടുക്കാൻ സാധിക്കും. അതുവഴി നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് അവർ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു മാർഗ്ഗമാണ്. അതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ചെറിയ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇത് അവരുടെ പേര് അതുപോലെ ഫോട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാണ്ടെങ്കിൽ അതൊക്കെ എഴുതിയോണ്ട് നമുക്ക് സമ്മാനമായി ഗിഫ്റ്റായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കല്യാണ വേളകൾ വധുവരന്മാർക്ക് ഗിഫ്റ്റായിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മുടെ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതിനൊക്കെ അവരുടെ കൂടി അല്ലെങ്കിൽ അവരുടെ പേര് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്കൂളുകൾ അതുപോലെ ട്യൂഷൻ സെൻ്ററുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ പേര് ഇതിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൊടുത്താൽ അത് ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഇതുകൊണ്ട് നടക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താക്കുക, നമ്മൾ നല്ലൊരു സ്ഥലത്ത് നൈസായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചെറിഞ്ഞാൽ മതി. കാരണം അതൊരു മരമായി മാറും. അപ്പോൾ അത് നമ്മൾ പ്രകൃതിയെയും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിൽ വിത്തുണ്ട്, ഇത് മരമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത്തരം പേപ്പർ പെന്നുകളുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ട്, അതൊരു മരമായി മാറും. പിന്നെ ഇത് പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചത്, റീസൈക്കിൾഡ് പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പോൾ അവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ എവിടെയും അതുപോലെ തന്നെ വിദേശത്തും ഫ്രീ ആയി തന്നെ ഇവർ ഡെലിവറി ചെയ്യുകയും ചെയ്യും. ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പ്രിൻ്റ് ചെയ്യുന്നത് അതിൻ്റെ പേര് അതുപോലെ ലോഗോ കാര്യങ്ങളൊക്കെ ഇവർക്ക് വാട്സപ്പ് വഴി നിങ്ങൾ അയച്ചു കൊടുക്കുക. വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തതിന് മുമ്പ് പ്രൂഫ് വാട്സപ്പ് വഴി കാണിക്കുക. അപ്രൂവ് ആയതിനു ശേഷം ബില്ലും അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവർ അയച്ചു തരും. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയ സ്ലിപ്പോ അല്ലെങ്കിൽ റെസിപ്റ്റോ കാര്യങ്ങളൊക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുക. അതിനുശേഷം പെന്ന് നമുക്ക് കൊറിയറായി അയച്ചു തരികയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും ഇതിലുണ്ട്. അതായത് നിങ്ങൾ ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എമൗണ്ട് ഇവർ കമ്മീഷനായിട്ട് തരും. ഇത് നിങ്ങൾക്ക് ഓൾ ഓവർ വേൾഡ് ലോകത്ത് എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് അവർ അയച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇവർ തന്നെ ഷിപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളിത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പേപ്പർ പെന്നുകളെ കുറിച്ചുള്ള നിങ്ങളെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഓൺ ആക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.